നല്ല വേഷങ്ങൾ കിട്ടാനായിട്ട് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാണ്. അതാണ് സത്യം. 9 മണി 10 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇത്രയും വലിയൊരു ഡയറക്ടർ ബാൽക്കണി കൂടെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബാൽക്കണിയുടെ ഡോറിൽ കിടന്ന് തട്ടുവന്നു. എനിക്ക് തോന്നുന്നൊരു 16-17 വയസ്സ്. ഞാനിങ്ങനെ പേടിച്ചു, തട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചാണ് കിടക്കുന്നത്. നേരം വെളുത്ത് നമ്മൾ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ വായുനില ചീത്തയാണ് കേൾക്കുന്നത്. അന്നത്തെ കാലത്ത് എല്ലാം മുട്ടയും പിടിക്കുകയും ഒക്കെ ഉണ്ട്. പക്ഷെ മുട്ടയും പിടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴിവതൊന്ന് മാറി നിൽക്കാൻ നോക്കും. നമുക്ക് ലേഡീസ് ആകുമ്പോഴത്തേക്ക് മുട്ടുന്ന രീതി നമുക്കറിയാം. ഒരുപാട് അലിഗേഷൻ കേട്ടല്ലോ, ആക്ടറിനെ പറ്റിയൊക്കെ കേട്ടല്ലോ. അപ്പം അതൊക്കെ ആണെങ്കിൽ സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അദ്ദേഹമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൂവിയിൽ നിന്ന് നമ്മളെ കട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എടുത്തെടുത്ത് ഒരു ഡയറക്ടേഴ്സിനെ പറയണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു നവംബർ 1 ആയിട്ട് ഒരു ബോംബ് കൊണ്ടു. അതുകൊണ്ട് സുരേഷേട്ടൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മാവന്മാർ വന്നിട്ട് എന്നെ ഇട്ട് ഫയർ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു, നിങ്ങൾ നല്ല ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുകയല്ലേ, നിങ്ങൾ വെറുതെ സിനിമക്കകത്ത് കൊണ്ടുവന്ന ആ കുട്ടിയെ ജീവിതം കളയണ്ട. അപ്പം ഞാനാണ് സുരേഷേട്ട താഴെയുള്ളവരെ വളർത്താനായിട്ട് എനിക്ക് വേറെ വഴിയില്ല. പപ്പ ഇല്ലാത്ത കാരണം എനിക്ക് നോക്കിയേ പറ്റത്തുള്ളതെന്ന് ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ നിന്റെ ഇഷ്ടം. അപ്പൊ ഒന്നുമില്ലാതെ ഇത്രയ്ക്കൊന്നും ആരും ഒന്നും പറയില്ലെന്നല്ലേ? വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാം ഓക്കെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അസാസ് LED ലൈറ്റ്സ് പ്രസൻസ് സല്ലാപത്തിൽ. ഇന്ന് എന്നോട് സല്ലപിക്കുന്ന ആരാന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഈ ഒരു ആളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടാവും. കാരണം പണ്ടൊക്കെ നമ്മളെ കുറേ നല്ല സിനിമയുടെ ഭാഗമായിട്ട് കണ്ടിരുന്ന നമ്മുടെയൊക്കെ ഇഷ്ടമായിരുന്ന ഒരാള് പിന്നെ എവിടെ പോയെന്ന് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ കൈയോടെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സുമ ചേച്ചി, സുമ ജയറാം. ഹലോ. ഹലോ. ഹായ്. കേരള പിറവി ആയതുകൊണ്ട് കേരള പിറവിയായിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ആരെ കൊണ്ടുവരും, എന്ത് ചെയ്യുന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ കേരള പിറവിയായിട്ട് സുമ ചേച്ചിനെ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അല്ലേ? അതെ. അപ്പം ഹാപ്പി കേരള പിറവി. ഹാപ്പി കേരള പിറവി. യെസ്. മേരി സുമി എന്ന് പറഞ്ഞ ഒരാൾ എങ്ങനെ സുമ ജയറാമായി, ആ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മേരി സുമി, അതെ അത് പറയാം. ഹാപ്പി കേരള പിറവി എല്ലാവർക്കും. പിന്നെ മേരി സുമി എന്ന ഞാന്, അത് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിന് മാത്രമേ ആ പേര് അറിയത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും സുമ ജയറാം എന്ന് പറയുന്നത് ഫിലിമിൽ വന്ന സമയത്ത് ഫാമിലിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ വരാനായിട്ട്. അപ്പം അങ്ങനെ പേര് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ മധു സാർ 3-ാം മുറയിലാണ് വരുന്നത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു ഏതെങ്കിലും പേര്, ഇഷ്ടമുള്ള പേര് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം തിക്രൂശി അപ്പൻ സുഷമ എന്ന് പറഞ്ഞ പേരാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സുഷമ എന്നുള്ള പേരിനോട് അത്ര തോന്നിയില്ല. പക്ഷെ അതിനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അദ്ദേഹം പേര് ഒത്തിരി പേർക്ക് ഇങ്ങനെ പേരിടുന്നതാണ്, പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറയും എനിക്ക് സുഷമ എന്നുള്ള പേര് വേണ്ട. അപ്പൊ മമ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജയറാം, മമ്മിക്ക് വാണി ജയറാം പാട്ടുകാരിയെ ഇഷ്ടം. അങ്ങനെ വാണി ജയറാമിന്റെ ജയറാം എടുത്തിട്ടു. സുമി എന്നുള്ള പേര് മാറ്റി സുമ ജയറാം എന്നിട്ടു. അപ്പൊ അമ്മയ്ക്ക് വാണി ജയറാം എന്ന് പറഞ്ഞൊരു സിംഗറിനോട് വളരെയധികം ഒരു ആരാധന ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ആ ഒരു ഇഷ്ടം, അപ്പൊ എന്നാ ഇങ്ങനെ ഒരു മോൾക്ക് ഒരു പേര് ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് അത് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് തോന്നാൻ എന്തെങ്കിലും പെർട്ടിക്കുലർ എന്തെങ്കിലും റീസണോ? അങ്ങനെ റീസൺ ഒന്നുമില്ല. ജസ്റ്റ് പേര് എഴുതിയപ്പോഴത്തേക്ക് അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു പേര് ഒന്നും ചോദിച്ചിട്ടില്ല. മമ്മി പറഞ്ഞു എനിക്ക് വാണി ജയറാമിന്റെ ജയറാം നമുക്ക് ഇടാം, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ബിക്കോസ് മേരി സുമി എന്നൊക്കെ അന്നത്തെ സമയത്ത്, ഇപ്പം പിന്നെ എല്ലാവർക്കും പേര് അവരവരുടെ പേര് തന്നെ യൂസ് ചെയ്യുന്നത്. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് കുറെ പേര് മൂവീസിലുള്ളത്. അങ്ങനെ പേര് ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ. പക്ഷേ ഈ സുമ ജയറാം ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പേർക്കുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ജയറാമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, സിസ്റ്റർ ആണോ, അല്ലെങ്കിൽ ആണെന്ന് തന്നെയാണ് ഒരുപാട് വർഷമായിട്ട് എല്ലാവരുടെ ചിന്ത. ജയറാമേട്ടന്റെ അടുത്തും പലരും ചോദിച്ചിട്ടുണ്ട്. അറിയാം, അത് പറഞ്ഞിട്ടുണ്ട്. ജയറാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് സുമ ജയറാമും തമ്മിൽ എന്തെങ്കിലും സിസ്റ്റർ ആണോ, നിങ്ങൾ ഇങ്ങനെ റിലേഷൻ. അപ്പൊ എനിക്ക് സാധാരണ ടെയിലിൽ വരുമ്പോ നമ്മൾ അച്ഛന്റെ പേരിൽ ഇടാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ ബ്രദർ സിസ്റ്റർ എന്നാണ് കുറെ പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പിന്നെ വാണി ജയറാമിന്റെ ആരെങ്കിലും ആണോ ഈ സുമ ജയറാം, ഇങ്ങനെയും കുറെ പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ആശാ ജയറാം എന്റെ ചേച്ചിയാന്ന് വരെയാണ് ഈ സമയം വരെ. ആണല്ലേ? അതെ. പക്ഷെ ഇത് ആശാ ജയറാമിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് താങ്ക് യു. പിന്നെ പൂർണിമ ജയറാം, അതെ, അവര് എല്ലാരും ഒരു കാറ്റഗറിയാണ്. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുള്ള അവരെല്ലാരും എന്റെ സിസ്റ്റർ ബ്രദേഴ്സ് ആയത് വളരെ സന്തോഷം. ഓക്കെ. അതിൽ തന്നെ ജയറാമേട്ടന്റെ സിസ്റ്റർ ആണോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ എന്താ തോന്നിയിരുന്നത്?
ഞങ്ങൾ മാലയോഗം എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തത് സിബി സാറിന്റെ. അപ്പൊ അതില് സിസ്റ്റർ ബ്രദറായിട്ട് തന്നെയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ അവിടെ ലൊക്കേഷനിൽ വന്ന എല്ലാവരും അങ്ങനെ തന്നെ ചോദിച്ചത് സുമാ ജയറാം സിസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ലാന്ന് ആദ്യം 2-3 പേരോടൊക്കെ പറഞ്ഞു. പിന്നെ ആര് ചോദിച്ചാലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതങ്ങ് പിന്നെ അങ്ങ് സിസ്റ്റർ അങ്ങ് ആക്കി, ഒഫീഷ്യലി ഇതെല്ലാം അങ്ങനെ ആക്കി. ഓക്കെ, കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ചേച്ചിയുടെ തുടക്കമെല്ലാം. എന്നാലും ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ മുതലൊന്ന് ഷെയർ ചെയ്യാമോ? അതിന് ഷെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ ലൈഫിൽ എന്തൊക്കെ നമ്മൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പേര് അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. ഒരുപാട് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടും അല്ലാതെ. എന്താ പറയാ, നമ്മുടെ മെയിൻ സ്റ്റഡീസ് ആണല്ലോ. ഇപ്പൊ സ്റ്റഡീസ് നമുക്ക് മാറ്റി വെച്ച് മറ്റുള്ള ആൾക്കാർക്ക്, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് എല്ലാവരും സെൽഫിഷ് ആണ്. അപ്പോ നമ്മൾ സെൽഫിഷ്, ചില സമയത്ത് ഞാൻ ആലോചിക്കും ഞാനും കുറച്ച് സെൽഫിഷ് ആയാൽ മതിയായിരുന്നു എന്ന് ചില സമയത്ത്. പക്ഷെ ദൈവം ചിലപ്പോൾ എന്റെ തലയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ചെയ്യുന്ന കാരണം, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് എനിക്ക് തോന്നുന്നു ഞാനും ഭയങ്കര പോസിറ്റീവ് ആണ് പല കാര്യത്തിനും. അപ്പോ അതെ. ഓക്കെ, അങ്ങനെ അന്ന് ആ ഒരു ഹാർഡ്ഷിപ്സിലൂടെയും പലതും ചേച്ചി ലേൺ ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന ചേച്ചിക്ക് മനസ്സിലുണ്ടായിരുന്ന കുറെ ആഗ്രഹങ്ങളെല്ലാം അതൊന്നും വേണ്ട, ഇതൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, അവിടെ തന്നെ നിൽക്കാം എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരു അഫെയറിന് പോലും ചേച്ചിക്ക് സമയം കണ്ടെത്താതെ അങ്ങനെ അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ആ ഒരു അന്നത്തെ സമയത്ത് പോലും ഒരു ഫ്രസ്ട്രേഷനോ, അല്ലെങ്കിൽ ഞാൻ ടൂ മച്ച് ബാധ്യതയാണല്ലോ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് എത്ര നാള് പോവാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് മനസ്സിലൂടെ പോയിട്ടുണ്ട്. പിന്നെ ആ സമയം ഇപ്പം നമ്മൾ ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞ 16 കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തന്നെ അറിയാൻ പറ്റുമല്ലോ. പിന്നെ 18 കഴിയുമ്പോഴത്തേക്കും പിന്നെ ജോലിയുടെ കാര്യം അങ്ങനെ ഒരു മൈൻഡായി. 22 ആയപ്പോഴത്തേക്കും സെറ്റിൽ ചെയ്യാനുള്ള കാര്യം വീട്ടുകാർ പറയണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സിസ്റ്റർ ബ്രദർ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ള ഒരു മൈൻഡ്. പിന്നെ എനിക്കൊരു വീട് വേണം, ബിക്കോസ് എല്ലാവരുടെ ആഗ്രഹം ഒരു വീടാണ്. വീട് വേണം, ഒരു കാർ മേടിക്കണം, കുറച്ച് ഗോൾഡ് വേണം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വേണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഓരോ ദിവസം നമ്മളിങ്ങനെ പോകും തോറും നമ്മൾ വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് കിട്ടാതെ ആകുമ്പോഴത്തേക്കും പൈസ കുറവാണ്. ആൾക്കാർ വിചാരിക്കും ഒരുപാട് വർഷം നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പൊ സീരിയലിൽ എത്ര കിട്ടുന്നു, കുറച്ച് എമൗണ്ട് കിട്ടും, അത് വെച്ച് നമ്മൾ താഴെയുള്ള 3 പേരെ പഠിപ്പിക്കണം. ഞങ്ങളുടെ യാത്രകള്, ബിക്കോസ് അവർ താഴെയുള്ളവർ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സമയത്ത് എവിടെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ യാത്രയാണ്. അല്ലാതെ ഒരുപാട് സേവിങ്സ്, ഇപ്പൊ ഞാൻ ഹീറോയിനായിട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സേവിങ്സ് ഒക്കെ ഉണ്ടായി പോയാനെ. അപ്പൊ അതൊന്നുമില്ല. അല്ലാതെയുള്ള ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്ത് ഇതുവരെ എത്തി, താങ്ക് ഗോഡ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുപാട് ആർട്ടിസ്റ്റ്, ഇപ്പൊ കുഞ്ഞൻ ചേട്ടനായാലും നല്ല നല്ല പ്രൊപ്പോസൽസ് ഇപ്പൊ ഒരുപാട് നടന്മാരെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ സമയത്തൊക്കെ ഞാനൊന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ സൂപ്പറായിട്ടൊക്കെ ജീവിക്കായിരുന്നു. അതെ, പക്ഷെ അറിയില്ല. പക്ഷെ ചേച്ചിക്ക് ഒരിക്കലും പറയാൻ തോന്നിയില്ല, അത് സിനിമയിൽ നിന്നുള്ള ഒരാൾ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ കാരണമാണോ? എനിക്ക് തോന്നുന്നു സിനിമയിലുള്ള ഒരാൾ വേണ്ടാന്ന് അന്ന് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആണോ? ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമയുടെ അകത്ത് ഇൻട്രസ്റ്റ് കാണിച്ച ആളുകളോട് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ അതെന്റെ മനസ്സിൽ അത് തോന്നിയിട്ടില്ല. അപ്പോ ഇപ്പോൾ ക്യാമറമാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിക്കോട്ടെ, നമ്മുടെ അടുത്തൊരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു ചെറിയ രീതി സംസാരം മാറുമ്പോൾ നമുക്കറിയാം, ആസ് എ ലേഡി നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിലേക്ക് ഞാൻ ആ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നുള്ളത്. അതായിരിക്കണം ഞാൻ എൻ്റെ കാര്യം ഞാൻ വൈകിയത്. പിന്നെ താഴെയുള്ള കാര്യങ്ങളും എൻ്റെ സെറ്റിൽമെന്റ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് ഉള്ള കാരണം. അതെന്തുകൊണ്ടാ ചേച്ചി അങ്ങനെ ഒരു സെയിം ഫീൽഡിൽ തന്നെ? കാരണം ചിലർ പറയാറുണ്ട് ഒരേ ഫീൽഡിൽ തന്നെയാണെങ്കിൽ അവർക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. കാരണം ഈ ഇൻഡസ്ട്രിക്ക് വേറൊരു തന്നെ സ്വഭാവമാണല്ലോ. സാധാരണ നമ്മളൊരു ഓഫീസ് ജോലി കാണുന്ന പോലെ കറക്റ്റ് ടൈമിങ്ങോ, ഇന്ന ആഴ്ചയിൽ ഇത്ര ദിവസം, ഐ മീൻ 2 days ഓഫെന്നോ അല്ലെങ്കിൽ മാസത്തിൽ 2 days അങ്ങനെ ഒന്നും അല്ല അല്ലേ. വർക്ക് ഉണ്ടെങ്കിൽ ഫുൾ ടൈം വർക്ക് ഉണ്ടാവും. സോ അൺപ്രഡിക്റ്റബിൾ ആണ് ടൈമിങ്ങിന്റെ കാര്യത്തിലും ഷൂട്ടിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ അത് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരാണ് മെജോറിറ്റി. അപ്പൊ ചേച്ചി എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ പോലും അത് വേണ്ട എന്ന് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അന്ന് എനിക്ക് അത്ര സീരിയസ് ആയിട്ട് അറിയത്തില്ല, ബിക്കോസ് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആള് തന്നെ മതി. ഇപ്പൊ ഡോക്ടേഴ്സിനെ കല്യാണം കഴിക്കുന്നതോ എഞ്ചിനീയർ അല്ലേ. അപ്പൊ ഇപ്പൊ ചിന്തിക്കുന്നു അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ബിക്കോസ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഇപ്പോ ഞാൻ കല്യാണം കഴിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണെങ്കിലും അദ്ദേഹത്തിന് സിനിമയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ നമ്മൾക്ക് ഇപ്പൊ കയറിയിട്ട് ഇല്ല എനിക്ക് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ സിനിമ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ പഴയ കൊളീഗ്സിനെ കാണുമ്പോൾ നമ്മളൊന്ന് കണ്ട് സംസാരിക്കുന്നു. അപ്പൊ
അവർക്ക് ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അന്ന് എനിക്ക് അത് അറിയില്ലായിരുന്നു. അത് എന്റെയും കൂടെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മദർ എൻ്റെ അടുത്ത് തന്ന എന്താ പറയാ, ഒരു 13 വയസ്സിൽ ഞാൻ ഫിലിമിൽ എൻ്റർ ചെയ്ത സമയത്ത് എന്നോട് ഫീഡ് ചെയ്ത സമയം അതായിരിക്കണം, എൻ്റെ മദർ പറഞ്ഞതായിരിക്കണം എൻ്റെ മൈൻഡിലുള്ളത്. എനിക്കറിയില്ല എന്താന്നുള്ളത്. ആക്ച്വലി അതായിരിക്കണം. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു, മമ്മി അങ്ങനെ വേറെ ആരെയും നോക്കണ്ട, വേറെ ആരെയും കല്യാണം കഴിച്ച വ്യക്തികളെ നോക്കണ്ട, അല്ലെങ്കിൽ ലൈൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ആരെയും നോക്കണ്ട എന്ന് പറഞ്ഞത് ചിലപ്പോ എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതെ, എന്തോ അങ്ങനെ അമ്മ ഫീഡ് ചെയ്തിരുന്ന കാര്യം മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഇത് മേഖല വേണ്ട എന്നുള്ള ഒരു ധാരണ അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള അതിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാതെ അന്നങ്ങനെ ഇതായിപ്പോയി. ഓക്കെ. പിന്നീട് അവിടുന്ന് ചേച്ചി കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സിനിമ വരെ ബാക്ക് ടു ബാക്ക് അഭിനയിച്ചു. എത്രയോ നല്ല പ്രൊജക്ടുകളുടെ ഭാഗമായി. അതിൽ തന്നെയും ചേച്ചിക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് ടു ഹാർട്ട് ഏത് പ്രൊജക്റ്റ് ആയിരിക്കും, ഏത് മൂവിയാ, ഏത് ക്യാരക്ടറാ? ആൾക്കാരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കുട്ടേട്ടൻ മൂവിയാണ്. കുട്ടേട്ടനിൽ ജയ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം മാലയോഗത്തിലെ ക്യാരക്ടറാണ്. ബിക്കോസ് മാലയോഗത്തിലെ ക്യാരക്ടർ അന്ന് ലോഹിതദാസ് സാർ നല്ലൊരു ക്യാരക്ടർ തന്നെങ്കിലും പക്ഷെ അത് ക്ലിക്കായില്ല. ഫിലിം കുറച്ചുകൂടെ ക്ലിക്കായിരുന്നെങ്കിൽ നല്ലൊരു ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ നല്ല വേഷമായിരുന്നു. പിന്നെ കമലദളത്തിൽ നല്ലൊരു വേഷമാണെങ്കിലും അത് ഒത്തിരി, ഞാൻ പറയുന്നത്, ഞാൻ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് സീൻസ് അഭിനയിച്ചുമ്പോൾ അന്ന് ഒരുപാട് ലെങ്ത് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ സീൻസ് തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് 2 സീനിലേക്കൊക്കെ ആയിപ്പോ, അല്ലെങ്കിൽ ഒരു സീൻ ആയിപ്പോ. അങ്ങനെയാണ് ചെറിയ ക്യാരക്ടറിലേക്ക് ഒതുക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ വലിയൊരു ക്യാരക്ടർ, ഇപ്പോൾ എന്താ പറയാ, ഒരു ഊമയായിട്ട് സുചിത്ര അഭിനയിച്ച മൂവി ഉണ്ടല്ലോ, നമ്മുടെ എന്താ ഹിസൈനസ് അബ്ദുള്ള. ഞാൻ ഉണ്ട്, അതല്ല മറ്റേത് ഭരതത്തിന് സുചിത്ര ചെയ്ത വേഷം. അപ്പൊ ഞാൻ ആ വേഷത്തിന് വേണ്ടിയിട്ട് ലൊക്കേഷനിൽ പോയതാണ്, കാലിക്കറ്റ് പോയിട്ട് ഒരു 4 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം 4 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പത്മരാജൻ അങ്കിൾ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ലൊക്കേഷനിൽ ഒരു സംസാരം വന്നു. അപ്പൊ അടക്കം കാര്യങ്ങളാണ്, സുമ തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയില്ലല്ലോ അന്നെന്താ. തിരിച്ചു വന്ന ശേഷം ആഫ്റ്റർ 1 വീക്ക് ഞാൻ നാന മാഗസിനിൽ കാണുന്നത് സുചിത്രയാണ് വേഷം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു വെച്ച വേഷത്തിനാണ് ഞാൻ പോയത്. അപ്പൊ അന്ന് ആ വേഷം ചെയ്തിരുന്നെങ്കിൽ വലിയ ഇതായി പോയാനെ. പക്ഷെ അതുപോലെ ഒരുപാട് വേഷങ്ങൾ. ഇപ്പോൾ എൻ്റെ സൂര്യപുത്രിക്ക് ഞാൻ ലൊക്കേഷൻ ചെന്നത് അമലയുടെ സിസ്റ്ററായിട്ട് അഭിനയിക്കാനാണ്. പക്ഷെ ആ സമയത്ത് വേറെ ആരോ അവിടെ പ്ലേ ചെയ്തു, എന്നെ ഫ്രണ്ടിന്റെ സീനിലേക്ക് മാറ്റി സിസ്റ്ററിന്റെ വേഷോട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെല്ലുന്ന സമയത്ത് പറയുന്ന ക്യാരക്ടറും അവസാനം നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ സിസ്റ്റർ അല്ല. അപ്പൊ ഞാൻ അഭിനയിക്കുന്നു, ആ കുട്ടി അഭിനയിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും എന്താണ്, സിസ്റ്റർ എന്നാണ്. ആക്ച്വലി അത് കഴിഞ്ഞ് സിസ്റ്ററിന്റെ വേഷം ചെയ്യുന്നത് ആ കുട്ടിയാന്നുള്ളത് ലാസ്റ്റ് സമയത്ത് എന്താ പറയുക, 2 ദിവസത്തിന് മുന്നെയാണ് ഞാൻ അറിഞ്ഞത് ആ കുട്ടിയാ സിസ്റ്റർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും വലിയ മൂവിയില് ഫാസിൽ സാറിനോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അന്നത്തെ ടൈം ആയിരിക്കാം, അറിയില്ല എങ്ങനെയാന്ന്. പക്ഷെ ഇങ്ങനെ ഒരെണ്ണമല്ല പല പല അനുഭവങ്ങൾ ഇങ്ങനെ ഉള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ എനിക്കൊരു റെസ്പെക്ട് കിട്ടുന്നില്ലായ്മയോ, എന്തിനായിരിക്കാം എന്നെ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? ഒരുപാട് പ്രാവശ്യം. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്ന് അഭിനയിച്ചു. ഇന്നിപ്പോ അവരൊക്കെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഏതൊക്കെയോ മോശം കണ്ടീഷനിൽ പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ബിക്കോസ് ഞാൻ ആ വേഷം ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ആ ലൊക്കേഷനിൽ പോയ സമയത്ത് ഒരുപാട് മൂവീസിൽ ആ ലൊക്കേഷനിൽ പോയ സമയത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നോട് ട്രീറ്റ് ചെയ്തത്. അങ്ങനെ ഒരു വേഷം ആ ഒരു വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മലയാളത്തിൽ കുറച്ചും കൂടെ ഒരു ബഹുമാനം, അറിയപ്പെടുന്ന വേഷമായിട്ടും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് നിന്ന് പോയാനേല്ലോ എന്നുള്ളത്. പക്ഷെ അന്നത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ മീ ടു അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ ചേഞ്ചായി അല്ലേ, ഇൻഡസ്ട്രി ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അന്ന് ഒരുപാട് സാക്രിഫൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നമുക്ക് പല ചാൻസസ് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം ഇതിനകത്ത് പറയുന്ന പോലെ പലരും പണ്ടത്തെ കാലത്ത് പല രീതിയിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചിലർ തുറന്നു പറയുന്നുണ്ട്. ചിലർ പറയുന്നു, ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ നല്ല വേഷങ്ങൾ കിട്ടാനായിട്ട് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ. അതാണ് സത്യം. പക്ഷെ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമയാണ്, 101% എല്ലാ സ്ഥലത്തും എല്ലാം ഉണ്ട്. പക്ഷെ ആരും
തുറന്നു പറയത്തില്ല, അതാണ് സത്യം. ആരും എന്തിനാ ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പറയട്ടെ, നമ്മളൊരു ഡയറക്ടറിനെയോ ഒരു ആക്ടറിനെയോ ആരും പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മീഡിയയിലുള്ളവരാണ്, അവരെന്താണെന്നും നമുക്കറിയാം. അവർക്കൊരു ഫാമിലി ഉണ്ട്, നമുക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആരും പറയത്തില്ല. സോ എവറിബഡി നോസ് ദാറ്റ് ഇന്ന ഇതാണെന്ന്. ഇതെല്ലാം ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ അതിൽ നമുക്ക് പറ്റുന്ന ഒരു ഇതിലല്ലേ പോയി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറ്റാത്തൊരു ഇതാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒന്ന് ഒഴിവാൻ നോക്കും. അപ്പോൾ വിചാരിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് മാറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അതുകൊണ്ട് കുറച്ച് മനസ്സിന് ചില സമയത്ത് നമ്മൾ ആലോചിക്കും, അയ്യോ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് വന്നേക്കുന്ന കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നേരിട്ട് അങ്ങ് പറയല്ലേ എല്ലാം. വെട്ടി തുറന്നും മീഡിയയിൽ പറയാം. പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി എല്ലാവരായിട്ടും വരുമ്പോഴത്തേക്കും എല്ലാവരുടെ പുറകിലും അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അന്ന് എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ എല്ലാവരും സിംഗിളായിട്ട് വന്ന് എങ്ങനെയൊക്കെ ധൈര്യമായിട്ട് വന്ന് ഫേസ് ചെയ്തിട്ട് പോകുന്നു. അന്നങ്ങനെ അല്ലല്ലോ. എല്ലാവർക്കും ഉള്ളിന്റെ പേടിയുണ്ട്. മോളിൽ നിൽക്കുന്ന ആക്ടേഴ്സിന് പേടിയുണ്ട്. അതെ, നമ്മള് എതിർത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചാൻസ് കൂടെ നഷ്ടപ്പെടുമോ ആ ഒരു പേടിയും ഉണ്ട് അല്ലേ? കാരണം അന്ന് നഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ? ആക്ട്രസസിന് ഇപ്പോഴും പറഞ്ഞ ആളുകൾക്ക് പോലും ഇപ്പൊ ചാൻസസ് കുറവല്ലേ? അപ്പൊ അതുകൊണ്ട് ആരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ കൂടെ അന്നത്തെ കാലത്ത് കൂടെ പാരന്റ്സും ഉണ്ടായിരുന്നു, ആരെങ്കിലും ആരെങ്കിലും അമ്മയോ അല്ലെങ്കിൽ അമ്മയും അച്ഛനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളൊരു മിസ്ബിഹേവിയർ എന്തെങ്കിലുമൊക്കെ സെറ്റിൽ നടക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് ചിലർ പറയുമായിരിക്കാം, ചിലർ അവിടെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി എന്നെ വിട്ടില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ആ സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഒരുപക്ഷെ ചേച്ചി അപ്പം അമ്മയോട് എന്തെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചിക്കും പിന്നെ സിനിമ വേണ്ടേ, എന്നാൽ ഇനി സെറ്റിലേക്ക് പോവുകയോ വേണ്ട, അത് സ്റ്റോപ്പ് ചെയ്യൂ എന്നുള്ളൊരു ഇത് പറയുമെന്ന് പേടിച്ചിട്ട് ചേച്ചിയും പറയാതിരുന്നു. പക്ഷെ വേറൊരു ഇൻസിഡന്റ് ഞാൻ ഇതുവരെ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. ഞാനൊരു വലിയൊരു ഡയറക്ടറിന്റെ ഫിലിമിൽ അഭിനയിക്കാൻ പോയതാ. അപ്പോൾ അദ്ദേഹം എവിടെയാന്ന് വെച്ചാൽ പാലക്കാടാണ് ഷൂട്ടിങ്. അപ്പോൾ ഞാനും മദറും പോയിട്ട് സ്റ്റേ ചെയ്തു. 1 വീക്കാണ് ഷൂട്ടിങ്ങിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഷൂട്ടിങ് രാവിലെ തീർന്നു, വൈകിട്ടായപ്പോഴത്തേക്ക് റൂമിൽ വന്നു. 9 മണി 10 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, ഇത്രയും വലിയൊരു ഡയറക്ടർ ബാക്കിൽ കൂടെ ഇറങ്ങി വന്നിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ബാൽക്കണി അദ്ദേഹത്തിൻ്റെ റൂം അടുത്താണ്, ബാൽക്കണി കൂടെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബാൽക്കണിയുടെ ഡോറിൽ കിടന്ന് തട്ടുവാണ്. നമ്മൾ ജനലെ കൂടെ കാണുന്ന ഈ ഡയറക്ടർ നിന്ന് തട്ടുന്നതാണ്. എന്നാൽ ഫുൾ ഫിറ്റാണ്, തട്ടുന്നതാണ്. അപ്പം നമ്മൾ ആലോചിച്ചു, ദൈവമേ ഇദ്ദേഹം നിന്ന് തട്ടുവാണ്, നേരം വെളുത്ത് ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനും മദറും കൂടെ ഇങ്ങനെ കെട്ടി, ഞാനന്ന് എനിക്ക് തോന്നുന്നൊരു 16-17 വയസ്സ്, ഞാനിങ്ങനെ പേടിച്ച് മമ്മ തട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചാണ് കിടക്കുന്നത്. മദറായിക്കോട്ടെ, മദറും ഉള്ളുകൊണ്ട് പേടിക്കത്തില്ലേ, എന്നാ എന്ത് പറഞ്ഞ് നമ്മൾ ഡോറ് കുറച്ച് നേരം ആ ബാൽക്കണി തട്ടി, പിന്നെ എന്തോ സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു, അദ്ദേഹം അപ്പുറത്തേക്ക് പോയി. പക്ഷെ നേരം വെളുത്ത് നമ്മൾ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ വായുനില ചീത്തയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പേടിച്ചിട്ടാണ് നമ്മളെല്ലാവരും പല ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പേടിച്ചിട്ട് നമ്മൾ ആരും ഒന്നും പറയത്തില്ല. എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. അപ്പം നമുക്ക് പറയുന്ന വേഷത്തിന് ചിലപ്പോൾ 2 സീൻ കുറച്ചിട്ടായിരിക്കാം സിനിമയിൽ വരുന്നത്. അപ്പൊ സിനിമ കാണുമ്പോഴത്തേക്ക് 2 സീൻ ഇതിലെ വന്ന് ഇതിൽ പോയി, ആ സുമാ ജയറാം ഒരു ചെറിയ വേഷം ചെയ്യുന്ന കുട്ടിയാണ്, അതിലെ വന്ന് അതിൽ പോയി എന്ന് പറയും. പക്ഷെ ആക്ച്വലി നടക്കുന്നത് ഇതാണ്. അതിലെ കൂടെ വന്ന് തട്ടിയപ്പോൾ വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാം ഓക്കെ. വാതിൽ തുറന്നു കൊടുക്കാതെ നമ്മൾ അടച്ചിട്ടുമ്പോൾ നേരം വെളുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ തട്ടിയത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇനി ഒരു ആക്ടർ വന്ന് ഫ്രണ്ടിൽ കൂടെ തട്ടി, അപ്പോഴും തട്ടുമ്പോഴും നമ്മൾ മിണ്ടാതിരുന്ന് ഡയറക്ടറിനെ വിളിച്ച് പറയുമ്പോൾ അത് ആ ഡയറക്ടർ വന്നിട്ട് ആ ആക്ടറിനെ വഴക്ക് പറയുമ്പോൾ ആ ആക്ടർ പിന്നെ അടുത്ത 2 പടങ്ങളിൽ നിന്നും എന്നെ കട്ട് ചെയ്യുവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞ സിനിമ മടുക്കുക. അതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ച ലാസ്റ്റ് മൂവിയും ഇപ്പം ഞാൻ നിൽക്കുന്ന എന്താ പറയുക, ഇത്ര വർഷം എന്താ ഗ്യാപ്പ് എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എനിക്ക് സിനിമയിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാത്തതാണ്. സിനിമ ചെയ്യണം, കാലഘട്ടം മാറിയപ്പോൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. നമുക്ക് ആരെയും എടുത്തു പറയാൻ പറ്റില്ല പേര്. ഇന്ന് ആരായിട്ടും വഴക്കുമില്ല. അവർക്ക് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ റെസ്പെക്റ്റാ. ഇപ്പോൾ
ബിക്കോസ് നമ്മളൊക്കെ ആ രീതിയിൽ നിന്നേച്ച കാരണം റെസ്പെക്റ്റ് ആണ് പലവർക്കും. നമ്മുടെ ഈ സംഘടനയുടെ ഉള്ളിലാണെങ്കിലും ഇതിന്റെ സിനിമയുടെ ഇടയിലേക്ക് ഇതൊക്കെ കുറെ സംസാര വിഷയമായല്ലോ. അന്നേരം കുറെ ആക്ടേഴ്സ് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ മുട്ടുന്ന കാര്യവും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ മറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾക്ക് അന്ന് തന്നെ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് പോരായിരുന്നില്ലേ, നിങ്ങൾ എന്തിന് വീണ്ടും ആ സിനിമയിൽ കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ ഇതേ ഡയറക്ടർ ഇതേ ആക്ടർ തന്നെ അവരുടെ നെക്സ്റ്റ് പ്രൊജക്റ്റിലും വിളിക്കുമ്പോഴും നിങ്ങൾ എന്തിനാണ് വീണ്ടും അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മറുചോദ്യം ഒരു സൈഡിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം എന്താണ്? മറുചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെ വിളിക്കത്തില്ല. നമുക്ക് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇതേ ജസ്റ്റ് വന്നു ഒന്ന് മുട്ടി വർത്താനം പറഞ്ഞു. അന്നത്തെ കാലത്ത് എല്ലാം മുട്ടയും പിടിക്കുകയും ഒക്കെ ഉണ്ട്. പക്ഷെ മുട്ടയും പിടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴിവതൊന്ന് മാറി നിൽക്കാൻ നോക്കും. നമുക്ക് ലേഡീസ് ആകുമ്പോഴത്തേക്കും മുട്ടുന്ന രീതി നമുക്ക് അറിയാം. അപ്പോൾ അത് കഴിവതൊന്ന് മാറി നിൽക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴിക്കൊണ്ട് പോട്ടെ, കുറച്ചു നേരം വൈകിട്ട് 5 മണിയാകുമ്പോൾ പോകല എന്നുള്ള മനസ്സ് വരും. പിന്നെ നമ്മൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഡയറക്ടറാണെങ്കിൽ രണ്ടാമത് വിളിച്ച് നമ്മൾ പോകും. പക്ഷേ നമുക്കിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ കൂടെ വന്ന് തട്ടിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു ആളാണെങ്കിൽ നമ്മൾ അടുത്ത ഫിലിമിൽ പോകത്തില്ല. പക്ഷേ ഒരുപാട് അലിഗേഷൻ കേട്ടല്ലോ, ഒരു ആക്ടറിനെ പറ്റിയൊക്കെ കേട്ടല്ലോ. അപ്പം അതൊക്കെ ആണെങ്കിൽ സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്, ഇതിലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അദ്ദേഹമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൂവിയിൽ നിന്ന് നമ്മളെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുമില്ലാതെ ഇത്രയ്ക്കൊന്നും ആരും ഒന്നും പറയില്ലെന്നല്ലേ? അതെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സത്യാവസ്ഥ ഉണ്ടാവും. പിന്നെ ചിലവരിപ്പോ ചുമ്മാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇങ്ങോട്ട് നടന്ന കാര്യം ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലേ? അതെ, പണ്ട് ലൊക്കേഷനിൽ നടന്നു, അത് അപ്പൊ തന്നെ പറഞ്ഞാൽ ഓക്കെ. അന്നത്തെ കാര്യം നമ്മൾ ഇന്ന് ഇത്ര വർഷം കഴിഞ്ഞിട്ട് അന്ന് എന്നെ കയറി പിടിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അന്ന് പറയേണ്ട അന്ന് തന്നെ പറയണമായിരുന്നു. പറ്റിയില്ലെങ്കിൽ മൂവിന്ന് മാറണം. ഇപ്പൊ മൂവീസ് ഇപ്പൊ എനിക്ക് എന്റെ മൂവീസ് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. നോ പറഞ്ഞതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ നോ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ പൊതുവെ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് സീരിയൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓഫീസ് ജോലി പോലെ നേരെ പോവുക, അഭിനയിക്കുക, വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരിക, ശല്യമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. കുഴപ്പമില്ല, അതിലും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും വലിയ ശല്യമില്ല നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ സിനിമ മൊത്തം മോശമെന്ന് ഞാൻ പറയുന്നില്ല, മൊത്തം നമുക്ക് ഒരു മോശമൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് പേര് ഇപ്പോ 100% ഒരു 30 പേര് ഇങ്ങനെ ആയിരിക്കാം. പ്രത്യേകിച്ച് എടുത്തെടുത്ത് ഒരു ഡയറക്ടേഴ്സിനെ പറയുന്നെങ്കിൽ ചിലപ്പോ ഇവിടെ ഒരു പിന്നെ നവംബർ 1 ആയിട്ട് ഒരു ബോംബ് കൊണ്ടു. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ചേച്ചി ഇതൊന്നും അന്നും ഈ സംഘടനകളോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊരു കംപ്ലൈന്റ് പോലെ പറയാനായിട്ടോ നിങ്ങൾക്ക് അന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? സംഘടനയിൽ ആരുടെ അടുത്ത് പോയി പറയും? ആരുടെ അടുത്ത് പോയി പറയാനാ സംഘടനയില് ഇന്ന ആളിന്നെയാവുന്ന? ബിക്കോസ് അവരെല്ലാം ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. നമുക്ക് ആരും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു റിസൾട്ട് കിട്ടത്തില്ല. അന്നും പറഞ്ഞാൽ കിട്ടത്തില്ല. ഇന്നും ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ അമ്മയുടെ അകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, ആരെങ്കിലും ഒരാൾ എതിർത്ത് പറയുന്നുണ്ട് ആരോടും പറയത്തില്ല. ബിക്കോസ് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. പിന്നെ എല്ലാവരോടും എന്ത് പറയാനാ? എന്ത് അതെ, അപ്പം നമുക്ക് പറ്റില്ലാത്ത കാര്യമാണെന്ന് തോന്നിയാൽ നമ്മളങ്ങ് സൈഡ് വഴി അങ്ങ് മാറിപ്പോയിക്കോളൂ. ഇപ്പൊ സിനിമ മാത്രമല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പൊളിറ്റിക്സിൽ വന്നാലും അതിനകത്തും ഉണ്ടല്ലോ ഗെയിംസും കാര്യങ്ങളെല്ലാം. ഓഫീസിൽ വന്നാലും ഉണ്ട്. ഇപ്പൊ ഞാൻ വലിയൊരു സിനിമ പ്രൊഡ്യൂസറാണ്. ആ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞാൻ കയറി ചെന്നു. അന്ന് എനിക്കൊരു 17 വയസ്സുണ്ട്. ഞാൻ കയറി ചെന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത്, ആ പ്രൊഡ്യൂസർ ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ റൈറ്റ് സൈഡിൽ PA ഇരിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ വേറൊരു സ്റ്റെനോ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം നടുക്ക് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും ഫാമിലി ഉണ്ടല്ലോ, രണ്ടുപേർക്കും മക്കളുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ആ ഒരു പെണ്ണുങ്ങൾ ത്യാഗം സഹിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ജോലിക്ക് വേണ്ടിയിട്ട്. അവിടെ വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ നിന്നേന്ന് പറയാൻ പറ്റുമോ? അപ്പം നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ച, ഈ ഒരു ലേഡി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഏത് സിറ്റുവേഷനിലും പെണ്ണുങ്ങൾ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അത് പറ്റാതാവുമ്പോഴായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെന്റൽ ഹറാസ്മെന്റ് കാരണമായിരിക്കും ചിലപ്പോൾ പുറത്ത് പറയുന്നത്. ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ജോലി വിട്ടിട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ വിളിച്ച് പറയും. ചിലപ്പോൾ പറയുന്ന ആൾക്കാർ മോശമെന്ന് പറയും. ചിലപ്പോൾ ആ ലേഡി മോശമെന്ന് പറയും. ലേറ്റ് ആയിട്ട് പറയുമ്പോൾ അത് മോശമെന്ന് പറയും.
പക്ഷെ ഇതൊക്കെ ചേച്ചി ഇപ്പോൾ പറയണത്, ചേച്ചി ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിക്കുകയൊക്കെ ചെയ്തത് വളരെ ഏർലി ഏജ് ആണ്. ഒരു 13 സിനിമയിലേക്ക് വന്നൊരു കുട്ടി 16-17 ഇതിന്റെ ഒരു വിക്ടിം പോലെ അല്ലേ അത് ഫേസ് ചെയ്യാണ് എന്ന് പറയുമ്പോഴും 17 years എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറേയും കൂടെ സ്മാർട്ട് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ അന്നത്തെ കാലത്തെ 17 year ഒക്കെ ഇറ്റ്സ് നത്തിങ് അല്ലേ. വളരെ നമുക്ക് ആ ഒരു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒന്നും അറിയുന്നില്ലാത്ത ഒരു കാലഘട്ടം, ആ ഒരു സമയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് വരുമ്പോഴൊക്കെ ചേച്ചി പറഞ്ഞ പോലെ പേടിച്ച് ചേച്ചിയും അമ്മയും കൂടെ റൂമിനകത്ത് ഇരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പേടിയോടെ ആയിരിക്കില്ലേ നമ്മൾ പിന്നെ ആരെ കണ്ടാലും, ചിലപ്പോൾ ജെനുവിനായിട്ട് ഒരു പേഴ്സൺ നമ്മൾ അപ്രോച്ച് ചെയ്താൽ പോലും ഒരു പ്രൊജക്ട് വന്നാലും നമ്മൾ അവരെയും കാണുമ്പോൾ ഓ ഇതും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ അങ്ങ് മൊത്തത്തിൽ നമ്മൾ അവരെ അങ്ങനെ എഴുതി വെക്കും അല്ലേ. അതുകൊണ്ട് തന്നെയും ചേച്ചി അങ്ങനെ ഒരു റോങ് ഡിസിഷൻ നമ്മൾ എടുത്ത് നമ്മൾ ചിലപ്പോൾ ഇനി ഈ പ്രൊജക്റ്റേ വേണ്ട, ഇതേ വേണ്ട, ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ അങ്ങ് കൺക്ലൂഡ് ചെയ്യും. അങ്ങനെയും ചേച്ചിക്ക് എന്തെങ്കിലും ഒരുപാട് പ്രോജക്റ്റ് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെയും പോയിട്ടുണ്ട്. ചിലപ്പോൾ നല്ല നല്ല മൂവീസിന് വേണ്ടി വിളിക്കാൻ വന്നിട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ലൊക്കേഷനിലേക്ക് എത്തണമെന്ന് പറയും. എത്താനായിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ ഗുരുവായൂരൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തായിരിക്കും അവിടെ വിളിച്ച ആള് തന്നെ അവിടെ പറയും ഞങ്ങളിപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. അന്നത്തെ കാലത്ത് അംബാസഡർ എടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറയും ഞങ്ങൾ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഹോട്ടലിൻ്റെ വാതിക്ക് നിന്ന് ടെൻഷൻ അടിച്ചിട്ട് തിരിച്ചു വന്നത്. പിന്നെ അടുത്ത ആൾ വിളിച്ച് നമ്മൾ പോകും. അതുകൊണ്ട് മഴയത്ത് മുൻപേ ശ്രീനിവാസൻ ഏട്ടൻ ഫോൺ എടുത്തിട്ട് ആദ്യം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഏത് ശ്രീനിവാസൻ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഏത് ശ്രീനിവാസനാണ്, ഞാനാണ് ശ്രീനിവാസനാണ് സംസാരിക്കുന്നത്, ഞാൻ മഴയത്ത് മുൻപേ എന്ന് പറയുന്ന കമലിൻ്റെ ലൊക്കേഷനിലാണ് എന്ന് അന്ന് നമുക്ക് വാട്സപ്പ് കോൾ എന്തെങ്കിലും ഉണ്ടോ, ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ പിന്നെ അദ്ദേഹം പറഞ്ഞു ഹൈന സബ്ദുള്ളയിൽ നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ 2 വാക്കാ കേട്ടത്. ഓ നമ്മൾ അന്ന് പറഞ്ഞതാ, ഓക്കെ ചേട്ടാ സോറി ചേട്ടാ വരാം. അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലാൻഡ് ഫോണിൽ വിളിക്കാൻ നമ്മൾ പോവുക. അപ്പൊ പല സ്ഥലത്തും നമ്മൾ നേരിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇല്ലാന്ന് പറയുമ്പോൾ ആ ടാക്സി ചാർജും കൊടുത്ത് നമ്മൾ തിരിച്ച് അതേ വണ്ടി തിരിച്ച് വരണ്ടേ, അപ്പൊ നഷ്ടം നമുക്കല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസ് പോയിട്ടുണ്ട്. പിന്നെ വണ്ടി ചെക്ക് തന്ന ചാൻസ് പോയിട്ടുണ്ട്. വണ്ടി ചെക്ക് തരും, അടുത്ത ആൾക്കാർ പിന്നെയും വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഓ ഇനിയിപ്പോൾ ചെക്ക് തരാനല്ലോ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അത് ഇന്ന് വേണ്ടെന്ന് വെക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും അത്ര ഇല്ലെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് പ്രൊജക്റ്റിൽ തന്നെയും ഇതുപോലെ വണ്ടി ചെക്ക് എന്തോ കിട്ടുമോ, പൈസ ഫുൾ ചേച്ചിക്ക് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടിയില്ല? അന്ന് എനിക്ക് 3-ാം മുറയിൽ കിട്ടി 7,500. ഓക്കെ. 7,500 അത് കുറച്ച് 2,000 ആയിട്ട് അങ്ങനെ കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഫിലിമിൽ കിട്ടിയായിരുന്നു. സെക്കൻഡ് ഫിലിം ആര്യൻ. അത് കഴിഞ്ഞ് ഉത്സവപ്പെട്ടെന്ന് ചിലവർ വേറെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്, അതല്ല വിക്കിപീഡിയയിലൊക്കെ വേറെ എന്തൊക്കെയോ ആണ്. ആര്യൻ, ഉത്സവപ്പെട്ടെന്ന്, അടിക്കുറിപ്പ്, വർത്തമാനകാലം, മാലയോഗം, പിന്നെ കുട്ടിയേട്ടൻ, അങ്ങനെയാണ് പിന്നെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് വന്നത്. ഓക്കെ. ഇതിനിടയിലും കോട്ടയം കുഞ്ഞച്ചനിൽ ചേച്ചി വിളിച്ചിരുന്നു, എന്നെ വിളിച്ചായിരുന്നു ഉഷയുടെ വേഷത്തിന്. പിന്നെ നമ്മളത് അവിടെ കണ്ടില്ല, ചേച്ചിയല്ല കണ്ടത്. അതെ, അതും ഒരു പക്ഷേ അത് അവരുടെ ലവ് ആണ്. സുരേഷ് ഏട്ടന്റെ ഉഷയുടെ ലവ് ആണ്. പക്ഷെ അതിലൊന്നും എനിക്ക് പരാതിയില്ല കേട്ടോ. ഞാനിപ്പോ ഉഷനെ കണ്ടാലും സംസാരിക്കാതൊന്നുമില്ല, സുരേഷ് ഏട്ടനെ കണ്ടാലും സംസാരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ ഒരു സീരിയലിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ പറഞ്ഞു അയ്യോ സുമയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പോട്ടെ ചേട്ടാ, കഴിഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഏതൊക്കെ രീതിയിലുള്ള റിജക്ഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള പേടികൾ, ഓരോരോ തെറ്റിദ്ധാരണകൾ, അങ്ങനെ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ പടത്തിൽ നിന്നൊക്കെ പോകേണ്ട നല്ല ഡയറക്ടേഴ്സിന്റെ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റാതായി പോയതിൻ്റെയൊക്കെ പകുതി റീസൺസും പഴയ കുറേ എക്സിക്യൂട്ടീവ്സ് ആൾക്കാരാണ്. ബിക്കോസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് ഒന്ന് പറയും, നേരെ അവിടെ പോയിട്ട് വേറെ ഒന്ന് പറയും. അപ്പം നമ്മുടെ ചാൻസ് ഇല്ലാതെ ആക്കും. അവർക്ക് പറ്റുന്ന ഉള്ള ലേഡീസിന് അതിൽ കൊടുക്കും, ക്യാരക്ടേഴ്സ് കൊടുക്കും. അപ്പം നമുക്ക് നല്ലൊരു ക്യാരക്ടർ അവിടെ നിന്ന് പോകും. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുന്നു ഇന്ന പടത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായാനെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അതാ നല്ല നല്ല കഥാപാത്രങ്ങൾ മിസ് ചെയ്തു, നല്ല കഥാപാത്രങ്ങൾ മിസ് ചെയ്തു, നല്ല പാട്ട് സീനുകൾ മിസ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും മിസ് ചെയ്യുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ റീൽസ് ഉണ്ടല്ലോ, നല്ല നല്ല പാട്ടെടുക്കുക, അഭിനയിക്കുക, എൻ്റെ മക്കളായിട്ട് സന്തോഷമായിട്ട് പാട്ടിടുക. പക്ഷെ എവിടെയും നമ്മൾ സന്തോഷം കണ്ടെത്തുക. അല്ലെ നമുക്ക് ഒരിക്കലും ഇപ്പൊ എനിക്ക് ഫിലിമിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ദുഃഖിച്ചിട്ട് ഒന്നും കാര്യമില്ല. ഇറ്റ്സ് പാസ്റ്റ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് പോവുക, സന്തോഷിക്കുക, പാട്ടെടുക്കുക, കളിക്കുക, ഡാൻസ് കളിക്കുക. അതിൽ കുറെ പേര് നെഗറ്റീവ് എഴുതും, ഓ ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ല.
കമന്റ്സ് ഒക്കെ നോക്കോ? കമന്റ്സ് നോക്കൊന്നുമില്ല, എന്നാലും ചിലത് അറിയുന്നുണ്ട്. ഇല്ല, മലയാളം എനിക്ക് അത്ര ഇപ്പോഴും വശമില്ല, വായിക്കാനായിട്ട് വലിയ വശമില്ല. അപ്പൊ എന്റെ ജോലിക്കാരികൾ ഫ്രീ ആകുമ്പോൾ ഞാൻ പറയും, ചേച്ചി ഒന്ന് വായിച്ചു തന്നെന്ന് പറയും. 2-3 വായിക്കും. എന്റെ മാഡം താഴെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അത് തെറ്റാണ് ഇത്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് മാഡം, മാഡം ഇതൊന്നും വായിക്കണ്ട മാഡം. ഞാൻ പറയും വായിക്കണ്ടെങ്കിൽ വായിക്കണ്ട, കുഴപ്പമില്ല, വിട്ടേക്കാൻ പറയും. ബിക്കോസ് ഞാൻ വായിക്കാറില്ല, അതാണ് മെയിൻ സംഭവം. വായിച്ചിട്ട് എന്തിനു ടെൻഷൻ അടിക്കാൻ വേണ്ടി. അതെ, വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ, വെറുതെ എന്തിനാ. ഓക്കെ. ഇതിനിടയിൽ സുരേഷ് ഗോപി ചേട്ടനും സിനിമയിലേക്ക് അധികം വരണ്ടാന്നോ, സിനിമ ചെയ്യണ്ടാന്നോ, അന്നെന്തോ അങ്ങനെ? സിനിമ ചെയ്യണ്ടെന്ന് പറഞ്ഞ വേറെ ഒന്നല്ല, സുരേഷ് ഏട്ടൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മാവന്മാര് വന്നിട്ട് എന്നെ ഇട്ട് ഫയർ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ നല്ല ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുകയല്ലേ, നിങ്ങൾ വെറുതെ സിനിമക്കകത്ത് കൊണ്ടുവന്ന ആ കുട്ടിയെ ജീവിതം കളയണ്ട, ആ കുട്ടിയെ പഠിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പറ്റിയ നല്ല ഒരു പ്രായത്തിൽ വരട്ടെ. ഇതെന്ന് പറഞ്ഞാൽ 13 വയസ്സെന്ന് പറഞ്ഞാൽ എന്നാ അറിയാനാ. അപ്പൊ ഒരു പ്രായമില്ലാത്ത സമയത്ത് വന്നിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് സുരേഷ് ഏട്ടൻ താഴെയുള്ളവരെ വളർത്താനായിട്ട് എനിക്ക് വേറെ വഴിയില്ല. സുരേഷ് അങ്കിൾ എന്നാ വിളിച്ചത്, ഇന്നിപ്പോ സുരേഷ് ഏട്ടൻ. സുരേഷ് അങ്കിൾ ഇത് വേറെ ഒന്നല്ല, താഴെയുള്ളവരെ നോക്കാൻ വേറെ ആരുമില്ല വീട്ടില്, പപ്പ ഇല്ലാത്ത കാരണം ഞാൻ എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. ഞാൻ പറയാനുള്ള പറഞ്ഞു, പിന്നെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞായിരുന്നു 3-ാം മുറയില്. അതെ. അപ്പൊ എന്റെ 2 അങ്കിൾമാരും അവിടെ വന്നിട്ട് സുരേഷ് ഏട്ടൻ്റെ കുറെ പറഞ്ഞു, പഠിക്കുന്ന കൊച്ചാണ് വന്നിരിക്കുന്നത്, അവളുടെ ഇഷ്ടത്തിനാണ് വന്നിരിക്കുന്നത്, അവളുടെ ധൈര്യത്തിലാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല, ബിക്കോസ് അമ്മയ്ക്ക് അതിനുള്ള ധൈര്യമില്ല പറയാനായിട്ട്, ബ്രദേഴ്സിനോട് പറയാനായിട്ട്. ഇല്ല എന്ന് അങ്ങനെയാ. ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, നമുക്ക് ഞാൻ അഭിനയിക്കാം മമ്മി, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രം ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, 13 വയസ്സുള്ള എൻ്റെ അനിയത്തിയുടെ മോള് 16 വയസ്സായി, അവൾക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല. പക്ഷെ അന്ന് 13 വയസ്സിൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചേന്നുള്ളത് ശരിക്കും വണ്ടറിങ് ആണ്. അന്ന് അപ്പോൾ ആ ഒരു 13 വയസ്സുകാരിക്ക് സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു മാജിക്, ഈ ഒരു ലോകം ഒരുപാട് പൈസകൾ നമുക്ക് സമ്മാനിക്കുമെന്നോ, ഒരുപാട് നമുക്ക് ഫെയിം തരുമെന്നോ, അങ്ങനെയുള്ള എന്തൊക്കെയോ അങ്ങനെ ഒരു ധാരണയിലായിരുന്നോ? ഇത്രയ്ക്കും ഇല്ല, അങ്ങനെ ഒരു ധാരണ ഒന്നുമില്ല. പക്ഷെ പണ്ട് തഞ്ചാവൂരിൽ വെച്ച് ഞാൻ ഒരുപാട് തമിഴ് സിനിമകൾ കാണുമായിരുന്നു. അപ്പൊ തമിഴിൽ അഭിനയിക്കുന്ന ആ സമയത്ത് മമ്മി തമിഴ് കുമുദം, കൽക്കണ്ട് എന്നൊക്കെ പറഞ്ഞ സിനിമ ബുക്കുകളുണ്ട്. അതൊക്കെ മമ്മി പണ്ട് വായിക്കുമ്പോൾ ഞാനിങ്ങനെ അടുത്ത് വരുന്ന കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇതിൽ കിസുകിസൊക്കെ ഉണ്ടല്ലോ, കിസുകിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോസിപ്പൊക്കെ മമ്മി ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ചെറിയ ഓ അങ്ങനെയാണ് പൈസ കിട്ടും, ഓ അങ്ങനെയുള്ള കാര്യം മനസ്സിലുണ്ടായിരുന്നു. ഓ സിനിമയിൽ അഭിനയിച്ചാൽ പൈസ കിട്ടും. അങ്ങനെയാണ് നാട്ടിൽ വന്നപ്പോൾ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത്, മമ്മ അഭിനയിക്കാം, പെട്ടെന്ന് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ചപ്പോ 7500 രൂപ എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു എമൗണ്ട് ആണ്. ഒരു 35 വർഷം അല്ലെ 38 വർഷത്തിന് മുന്നേ 7500 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വളരെ ഹാപ്പിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര ഒന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയൊക്കെ വണ്ടി ചെക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. നമ്മളൊന്നും പൈസ ഇതായിട്ട് നമ്മൾ ഗെയിൻ ചെയ്തിട്ടില്ല, അല്ലാതെയുള്ള ജീവിച്ചു പോയി, അത്യാവശ്യം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നടന്നുപോയി. അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സൈഡിൽ നിന്നായിക്കോട്ടെ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെയൊക്കെ വന്നപ്പോഴും, ഇതെന്താണെന്ന് വന്നു കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ മനസ്സിലായി കഴിഞ്ഞപ്പോഴും, എന്നാൽ ശരി ഇതെന്നാ ഇനി വേണ്ട, എന്നാൽ ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ ഇനി പഠിക്കാം, എയർ ഹോസ്റ്റസ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ എപ്പോഴെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്തായിരുന്നു. എപ്പോഴാന്ന് വെച്ചാൽ ദുബായിലെ ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പൊ ദുബായ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ദുബായിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ റേഡിയോ സ്റ്റേഷൻ, ഉമ്മൽക്കോയിൻ റേഡിയോ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഒരു വർക്ക് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാം. അപ്പൊ അപ്പോഴെൻ്റെ അമ്മ എന്നെ പേടിപ്പിച്ചു, നീ ഒറ്റയ്ക്ക് ദുബായിൽ നിന്നിട്ട് നിന്റെ ജീവിതം നീ ഇങ്ങനെ ആക്കി കഴിഞ്ഞ നീ പ്രശ്നം. അപ്പൊ അമ്മ അവിടെ നിന്ന് എന്നെ ബാക്ക് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കയറി ഇതിപ്പോ ശരിക്കും പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ആയി പോയാന്. എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പേടി, ഒറ്റയ്ക്ക് നിന്നെ കൊണ്ട് ദുബായിൽ എങ്ങനെ ഇടും, ഇത്ര നാൾ നിന്നെ ഞാൻ ഇങ്ങനെയാണ് മമ്മി കൊണ്ടു നടന്നത്. അപ്പൊ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് വിട്ട് കളയാൻ മമ്മിക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ മമ്മിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ അങ്ങനെ പോന്നു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കയറി. ഇപ്പൊ ഞാൻ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ നമ്മുടെ മീരാനന്ദനെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, അയ്യോ ആ കുട്ടിയുടെ കറക്റ്റാണ് ആ കുട്ടി എടുത്ത ഡിസിഷൻ, എനിക്ക് പറ്റിയ ഫീൽഡായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ലേ, അവിടെ ഒരു ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും സ്റ്റനം ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്ത് ഞാൻ അവിടെ ജീവിച്ചു പോയാനെ. അതെ. അപ്പൊ അമ്മയ്ക്ക് എന്താണ് അങ്ങനെയൊന്നും വേണ്ട, നീ ഇങ്ങനെ വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ പരാതി ഒന്നുമില്ല. ഇതായിരിക്കും നമുക്ക് വിധിച്ചിട്ടുണ്ടാവുക. അതെ. അതുകൊണ്ട് ഇതിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞു പോയി, എന്നാലും ഒരു സിനിമയുടെ എങ്കിലും
പേര് പറയാൻ പറ്റുമോ? ചേച്ചിക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ കഥാപാത്രം ചെയ്യാനായിട്ട്, പക്ഷെ മേൽ പറഞ്ഞ പോലത്തെ പല പല കാരണങ്ങളാൽ ആ കഥാപാത്രം ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് ചേച്ചി കാണുമ്പോൾ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പേര് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട് വന്ന് നിന്നേനേന്ന്. അങ്ങനെ ഒരു സിനിമയുടെ പേരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് വന്ന ഫിലിമോ? ഇപ്പൊ സുനിത, പഴയ നടി സുനിത എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്. അവരും സുചിത്രയാണ് കൂടുതലും അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ സീൻസ് പല മൂവീസിലും ഞാൻ അഭിനയിക്കേണ്ടായിരുന്നു. ഒന്നെങ്കിൽ സുചിത്രയുടെ വേഷം ഞാനായിരിക്കും ചെയ്യുന്നത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മാറിപ്പോ, അപ്പൊ സുചിത്ര കയറും. ഇല്ലെങ്കിൽ സുനിതയുടെ വേഷം ഞാൻ ചെയ്യാനായിരിക്കും ചെല്ലുന്നത്, അപ്പൊ അവിടെ നിന്ന് എന്നെ മാറ്റിയിട്ട് സുനിതനെ കയറ്റും. അപ്പൊ ഇന്നെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിൽ കുറെ സിനിമകളിൽ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്.